ശബരിമല അയ്യപ്പന് താന്ത്രിക ബന്ധനം. നമ്മുടെ ഒരു വീഡിയോയിൽ നമ്മൾ തമ്മിൽ സംസാരിച്ചതാണ്. അത് വലിയ വിവാദം ഉണ്ടായി. ഏതാണ്ട് 5 ലക്ഷത്തിലേറെ ആളുകൾ കണ്ട വീഡിയോ ആണ്. അത് മാത്രമല്ല, അത് ഒരുപാട് അതിൻ്റെ റീൽസൊക്കെ ആയി കട്ട് ചെയ്ത് ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകൾ പിന്നേക്ക് പോയി. പക്ഷേ അത് വലിയ വിവാദമായി. ഒരുപാട് പേര് പറഞ്ഞു അയ്യപ്പന് താന്ത്രിക ബന്ധനമോ, വിദ്യാസാഗർ ഗുരുമൂർത്തിക്ക് വിവരമില്ല. 1. 2, അയ്യപ്പനെ തന്ത്രം കൊണ്ട് ബന്ധിപ്പിക്കാമെങ്കിൽ പിന്നെ ആളുകൾ എന്തിനാണ് ശബരിമലയ്ക്ക് പോകുന്നത്? ചോദ്യമാണ്. അത് അയ്യപ്പ വിശ്വാസത്തെ തന്നെ ലംഘിക്കുന്നതാണ്. അപ്പോൾ ഈ 2 ചോദ്യങ്ങൾ അങ്ങയോട് ചോദിക്കാൻ വേണ്ടി പ്രേക്ഷകർ എന്നോട് ചോദിക്കുന്നു. വളരെ നല്ല കാര്യം. എന്നോടും ഇത് നേരിട്ട് പലരും ചോദിച്ചിട്ടുണ്ട്. ഏറ്റവും തമാശ, എന്നെ ഒരാൾ വിളിച്ചു. നമ്പർ എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അദ്ദേഹം ഞാൻ മനസ്സിലാക്കുന്ന ഭാഷയുടെ ശൈലി ഒരു പാസ്റ്ററാണ്. ആ ശൈലി ഉണ്ടല്ലോ, പേരും അങ്ങനത്തെ ഒരു പേര്, കുരുവിള അങ്ങനത്തെ ഒരു പേരാ പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു, അല്ല നിങ്ങളുടെ അയ്യപ്പനെ ബന്ധിക്കാം, അപ്പം പിന്നെ നിങ്ങളെന്തിനാ അയ്യപ്പനെ പ്രാർത്ഥിക്കുന്നത്? ഞാൻ പറഞ്ഞു, എന്തായാലും അയ്യപ്പനെ ആരും ചാട്ടക്കടിച്ച് കിലോമീറ്റർ നടത്തുകയും ആണി തറച്ചിടുകയും ചെയ്തില്ലല്ലോ എന്ന് വ്യംഗ്യത്തിൽ അയാളോട് പറഞ്ഞു. പുള്ളി ഫോൺ കട്ട് ചെയ്ത്, ഞാൻ റൂട്ട് മാറിയേ പോകുന്ന കണ്ടിട്ട്. ഒരു സത്യമുണ്ട്, ദേവതകൾ നവഗ്രഹങ്ങളുടെ മാറ്റമനുസരിച്ച് ദേവതയെ പ്രതിഷ്ഠിക്കുമല്ലോ. ഒരു പർട്ടിക്കുലർ ഉത്തരം നക്ഷത്രം ഉണ്ടല്ലോ, ആ ഉത്സവം നടക്കുന്ന നക്ഷത്രമുണ്ട്. അതിന് ആ ദേവതയുടെ ജന്മമായിട്ടാണ് കണക്കാക്കുന്നത്. അതിന് ഈ ദശാസന്ധികളെല്ലാം ബാധിക്കും. ഇപ്പോൾ കഠിനമായ ശനിയുടെ ദശ വരുന്ന സമയത്ത് ആ ദേവതയ്ക്ക് പ്രഭാവം കുറഞ്ഞിരിക്കും. അങ്ങനെ ഓരോ ദശാസന്ധിയും ദേവത അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ബാഹ്യ പൂജകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്തിനാണ്? നിസ്സാര ചോദ്യം. നേദ്യം കൊടുക്കുന്നു അയ്യപ്പന്. ഞങ്ങളെപ്പോലെ ഉണ്ണുന്ന ദേവത ഞങ്ങളെന്തിനാ പ്രാർത്ഥിക്കുന്ന ആരും ചോദിക്കാത്തെന്താ? അപ്പോൾ ഇതിൻ്റെ അർത്ഥം അതല്ല. ദേവതയ്ക്ക് നിഗ്രഹ അനുഗ്രഹ ശക്തിയൊക്കെ ഉണ്ട്. ഇപ്പോൾ ടിപ്പു സുൽത്താൻ, ഞങ്ങളുടെ നാട്ടിൽ വളയനാട് ദേവീ ക്ഷേത്രമുണ്ട്. അതിശക്തയായ ദേവിയാണ്. കാലസംഘർഷിണി എന്ന കാളി ഏറ്റവും ഉയർന്ന കാളിയാണ്. ആ കാളിയുടെ അടുത്തേക്ക് വന്നു. അതിന് തൊട്ട് മുമ്പ് കോരങ്ങോട്ട് ഒരു ശിവ വിഷ്ണു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രം തകർത്തു. ഇപ്പോഴും അത് അങ്ങനെ കിടക്കുക കേട്ടോ. ഇപ്പോഴും അടുത്ത കാലത്ത് എന്താണത്, 100 വർഷം അങ്ങനെ കടന്നത്. നേരെ വളയനാട് അമ്മയുടെ അടുത്തേക്ക് വന്നു എന്നാണ്. അപ്പോൾ ഉള്ളിൽ നിന്ന് ഈ കുത്തുന്ന പണ്ടുണ്ടോ ഈ തേനീച്ചകൾ അനേകം വന്നിട്ട് ടിപ്പുവിൻ്റെ പടയെ ഓടിച്ചു നാളെ ഇപ്പോഴും അധികം. പക്ഷേ കോരങ്ങോട്ട് അമ്പലം തകർത്തവർ. അപ്പോൾ കോരങ്ങോട്ട് അമ്പലത്തിൽ ശിവനും വിഷ്ണു ശക്തി ഇല്ലേ, വളയനാട് അമ്മയ്ക്കേ ശക്തിയുള്ളൂ എന്നുള്ള ചോദ്യം ആണ്. ഓരോ ദേവതയ്ക്കും ജന്മം മുതൽ ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം എന്ന ദശയുണ്ട്. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ദേവതയെ നിത്യപൂജ കൊണ്ടും നാമജപം കൊണ്ടും സംരക്ഷിച്ചുകൊണ്ടും പോകണം. അതാണ്. ടിപ്പു സുൽത്താൻ അക്കാലത്ത് ജ്യോത്സ്യന്മാരെ ബിഫ്രണ്ട് ചെയ്തിരുന്നു. പല ക്ഷേത്രങ്ങൾ, ഇവിടെ മാത്രമല്ല കർണാടകത്തിലും ഈ ജ്യോത്സ്യന്മാരെ നോക്കിയിട്ട് ഓരോ ക്ഷേത്രത്തിൻ്റെയും ദേവതയെ എങ്ങനെ മന്ത്രക്കെട്ട് കൊണ്ട് കെട്ടാമെന്ന് പഠിച്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്തിട്ടുണ്ട്. അനേകം ക്ഷേത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അല്ലെങ്കിൽ, ഇപ്പോൾ ഈ ചോദ്യം മറുചോദ്യമാണ്, അങ്ങനെ അല്ലായിരുന്നെങ്കിൽ ടിപ്പു എന്ന കേവലം ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഈ കണ്ട ക്ഷേത്രങ്ങളൊന്നും തകർക്കുക? അയാളുടെ ആയുധശക്തി കൊണ്ട്. അതാ പറഞ്ഞത്. അപ്പോൾ ആയുധശക്തി കീഴ്പ്പെടുന്ന ദൈവം ബന്ധനത്തിൽ കീഴ്പ്പെടില്ലെന്നാണോ? മനുഷ്യനുണ്ടാക്കിയ വാളിന് കീഴ്പ്പെടുന്ന വിഗ്രഹം താന്ത്രിക ബന്ധനത്തിൽ മാത്രം പെടില്ല എന്നാണോ പറയുന്നത്? ടിപ്പു ഒരു കേവല മനുഷ്യനാണ്. ദുഷ്ടനായ, ദുർമതമുള്ള ഒരു തെമ്മാടിയായ മനുഷ്യൻ. ആ മനുഷ്യൻ ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ തകർത്തിരിക്കുന്നു. അയാൾക്ക് ഒരുപാട് ജ്യോതിഷികളുണ്ടായിരുന്നു. ജ്യോതിഷികളും, അതാണ് ഞാൻ പറഞ്ഞത്, ഹിന്ദുവിൻ്റെ ശത്രു ആരാണ്? ഹിന്ദു തന്നെയാണ്. ജ്യോതിഷികൾ മാത്രമല്ല, പണക്കഴി കൊടുത്താൽ വഴങ്ങുന്ന പൂജാരിമാരും ഉണ്ടായിരുന്നിരിക്കാം. ടിപ്പുവിൻ്റെ അല്ല, അയാൾ കൊടുക്കും, അവർ മാറി നിൽക്കുമായിരിക്കും. അങ്ങനെയല്ലേ? ഒരു തരത്തിലുള്ള ഡിഫൻസും ഉണ്ടായില്ല. അതാ രസം. ഒരാളൊരു കല്ലെടുത്തെറിയണ്ടേ? അയാൾക്ക് തല്ല് കിട്ടിയത് എവിടെ നിന്നാണ്? തിരുവനന്തപുരത്താണ്. നമ്മുടെ ആലുവ എത്തിയപ്പോൾ ആലുവയിൽ വെച്ചിട്ടാണ് വൈക്കം പത്മനാഭമുള്ള കാല് വെട്ടിച്ചു. അതായത് അയാൾ ഈ തിരുവിതാംകൂറിൻ്റെ പടത്തിലാണല്ലോ. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് അടി കിട്ടിയത്. അപ്പോൾ ഒരാളിൽ നിന്നാണത്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ടിപ്പു അടക്കമുള്ള എല്ലാ ഭരണാധികാരികളും ആ കാലത്ത് നമ്മളൊക്കെ വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്ത് താന്ത്രികമായ മാന്ത്രികമായ കാര്യങ്ങളിൽ ഈടുപാടുള്ളവരായിരുന്നു. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂ ഉണ്ട് നമ്മുടെ സഫാരി ചാനലിലോ മറ്റോ, നമ്മുടെ കള്ളൻ മണിയമ്പിള്ളയുടെ ഒരു ഇൻ്റർവ്യൂ. ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമാണ് പറഞ്ഞാൽ, ഞങ്ങൾ തിഥി നോക്കിയിട്ട് അമാവാസിക്കും അഷ്ടമിക്കും ഒക്കെയാണ് കയറുകയെന്ന്. അതെന്തിനാണ് അങ്ങനെ കയറുന്നത്? എന്താ ഇതിൽ വല്ലതും അങ്ങനെ വെച്ചിട്ടുണ്ടോ? തിഥി നോക്കിക്കാരൻ. ഞങ്ങളൊരു കാര്യം പറയണ്ട, ഞങ്ങൾ അവിടെ ഒരു വീട്ടിനടുത്ത് എത്തിയാൽ ഞങ്ങൾ പരിസരം കെട്ടും. പരിസരം കെട്ടുക എന്നുള്ളത് മാന്ത്രിക വിദ്യയാണ്. അത് ശരി. പരിസരം കെട്ടുക എന്നുള്ളത് മാന്ത്രിക വിദ്യയാണ്.
കൺകെട്ട് എന്നൊക്കെ പറയുന്ന ഒരു മാന്ത്രിക വിദ്യയാണ്. ആ മാന്ത്രിക വിദ്യ പ്രയോഗിച്ചിട്ടാണ് ഇവരകത്ത് കിടക്കുന്നത്. പിന്നെ ചില കൂട്ടുകൾ കൊണ്ടുള്ള കൺമഷി എഴുതുവർ. മിക്ക കള്ളന്മാരെയും ഇപ്പോഴത്തെ കാലത്തെ കള്ളന്മാരെയും എനിക്കറിയാം. മിക്ക ഒരു 80കളിലൊക്കെ ഞാൻ സ്ഥിരമായിട്ട് ഇങ്ങനെ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. പല ഫോട്ടോസിലും കള്ളന്മാരെ പഠിക്കുമ്പോൾ അവർ കൺമഷി എഴുതിയിട്ടുണ്ടാവും. കള്ളൻ രാത്രി വല്ല ബ്യൂട്ടി പരേഡിനും പോവുകയാണോ? അപ്പോൾ ഇത് ഒരു മാന്ത്രിക വിദ്യയിൽ, ഒരു മന്ത്രവാദത്തിലൊരു ഒരു സംഗതിയുണ്ട്. പ്രത്യേക കൂട്ടുകൾ കൊണ്ടൊരു കൺമഷി എഴുതി കഴിഞ്ഞാൽ അയാൾക്ക് ഉറക്കം വരില്ല എന്നാണ് രാത്രി. നിതാന്ത ജാഗ്രതയായിരിക്കും. അയാൾ കള്ളൻ ഉറങ്ങിപ്പോയുള്ള അവസ്ഥ പറയണ്ടല്ലോ. അതെ അതെ. ഈ മണിയമ്പിള്ള അതിലൊരു കാര്യം പറയുന്നുണ്ട്. ഒരു വീട്ടിൽ കയറി, ഒരു ക്രിസ്ത്യാനിയുടെ വലിയ പണക്കാരൻ്റെ വീട്ടിൽ കയറി വാച്ചും ഇതൊക്കെ എടുത്ത് വരുമ്പോൾ അവിടെ 3 പട്ടിയാണ്. പുറത്ത് 2 പട്ടി റോന്ത് ചുറ്റുന്നു, അകത്തൊരു വലിയ പട്ടി. ഈ 3 പട്ടി മണിയമ്പിള്ള സുഖമായിട്ട് കയറ്റി ബാത്റൂമിൽ കയറ്റി കഥ കടച്ചു പോയി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിലൊരു വിദ്യ ഉണ്ടല്ലോ. ആ വിദ്യ ഗൃഹനാഥൻ്റെ ഉറക്കത്തെ അളക്കാൻ പറ്റുന്നൊരു വിദ്യ. ആ വിദ്യ ദേവതയ്ക്കും പ്രയോഗിക്കാൻ പറ്റും. ദേവതയ്ക്കെതിരെ ദേവത നമുക്ക് നിർവചിക്കാനാവാത്ത അസാമാന്യമായ അത് ഈശ്വരനാണ്. ദേവത എന്ന് പറഞ്ഞാൽ ദേവത എന്ന് പറയുന്നത് ഈശ്വരൻ്റെ പ്രാദുർഭാവമാണ്. അപ്പം സൂര്യനും പിന്നെ അഗ്നിസ്ഫുലിംഗവും പോലെ, അതായത് ഈശ്വരൻ്റെ പ്രാദുർഭാവമാണ്. അതായത് ഒരു കടലിൽ വെള്ളം ഉണ്ടെന്ന് വെച്ചാൽ കുടിക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെ വീട്ടിലേക്ക് നദിയിൽ നിന്ന് വെള്ളം ടാങ്കിൽ വന്നിട്ട് പൈപ്പിലൂടെ വരണ്ടേ? അപ്പോൾ പൈപ്പിലൂടെ വരുന്ന വെള്ളമാണ് ദേവത. വെള്ളം ക്ഷേത്രങ്ങളത് പൈപ്പ് അടിച്ചു പൊട്ടിക്കാനൊക്കെ പറ്റും, പൈപ്പ് കേട് വരുത്താം ഒക്കെ പറ്റും. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഏത് ദേവതയാണെങ്കിലും അതിശക്തമായ മാന്ത്രിക പ്രയോഗം ചെയ്താൽ അതിൻ്റെ പ്രഭാവം കുറയും. ഇപ്പോൾ നമ്മൾ പണ്ട് പറയില്ലേ, വജ്രത്തിൽ എണ്ണ തട്ടിയാൽ മൂല്യം പോവും. വജ്രക്കല്ലിന് കോടികളാണ് വില. അത് എണ്ണയിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ എടുക്കില്ല, അത് പോയി. അതുപോലെ ഉദാഹരണം പറഞ്ഞാൽ രഹന ഫാത്തിമ, പണ്ട് കേട്ട് പരിചയമുള്ള കാര്യമാണ്. രഹന ഫാത്തിമ ശബരിമല കയറുമ്പോൾ അവളുടെ ഇരുമുടിക്കെട്ടിൽ ഉപയോഗിച്ച സാനിറ്ററി പാഡ് അതെന്താണത്? അത് ഒരു ബന്ധനമാണ്. കേരളത്തിലെ പ്രശസ്തമായ ഒരു വീട്ടിൽ കുറേ മുമ്പ് ഒരു ഇതെടുത്ത മറ്റേ, ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അവർക്ക് വലിയ പ്രശ്നങ്ങളാണ്. അവർ പുതിയൊരു കാറ് വാങ്ങി, തമാശയാണ്, പുതിയൊരു നല്ല കാറ് വാങ്ങി. ആദ്യത്തെ എടുപ്പിന് കുതിര പോലെ ചാടിപ്പോയി കാറ്, എന്നിട്ട് വേറൊരു വണ്ടിക്ക് ഇടിച്ചിട്ട് കേസായി. ആലോചിച്ച് നോക്കണം. ഇപ്പോൾ അയാളിനോട് പറഞ്ഞു, ഇങ്ങനെ പ്രശ്നമുണ്ട് സ്വാമി, എന്താണ് നടക്കുന്നത് മനസ്സിലാവുന്നില്ല, വളരെ തുടരത്തുള്ള പ്രശ്നമാണ്. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, ഒരു നല്ല മന്ത്രവാദി വിളിച്ച് അവിടെ കുഴിപ്പിക്കുക, അവിടെ തകിട് കാണുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് തകിടാണ് സ്വാമി? ഞാൻ പറഞ്ഞു, ആർത്തവം രക്തം കൊണ്ട് ഒരു മന്ത്രവിദ്യയുണ്ട്, ദേവതകളെ കെട്ടാൻ പറ്റും. അപ്പോൾ ഇവർ പറഞ്ഞു, സ്വാമി അതൊക്കെ വെറുതെ അല്ല, നിങ്ങൾ നോക്ക്, രാത്രി 9 മണിക്ക് തുടങ്ങിയിട്ട് രാത്രി 12-1 മണിക്കുള്ളിൽ അവർ 53 തകിടാണ് എടുത്ത് ആ വീട്ടിൽ. 53 തകിടോ? അതെ, CCTV ഉണ്ട്, എല്ലാം ഉണ്ട്. എന്നിട്ട് ഞാനിത് നിരന്തരമുള്ള കേസായതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ ആൾക്കാരെ വിശ്വസിക്കുക. എൻ്റെ കൂടെ ഒരു കൊല്ലം നടന്നാൽ അവൻ കടുത്ത, നിങ്ങളുടെ ഭാഷയിൽ അന്ധവിശ്വാസിയാവും. ഞാൻ പറഞ്ഞു ഈ ജേർണലിസ്റ്റിൻ്റെ പൊതുവെ. അപ്പോൾ 52ാമത്തെ തകിടെടുത്തപ്പോൾ എന്നെ വിളിച്ചു, സ്വാമി അയ്യോ കിട്ടി. ഞാൻ പറഞ്ഞല്ല, ഒന്നുകൂടി ഉണ്ട്, ആർത്തവത്തിൻ്റെ ഒരു സാധനം അവിടെ കിടക്കുന്നുണ്ട്, അത് നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഇത് ഒരു നോക്കുന്ന രീതിയുണ്ട്. അവരുടെ ഒരു ക്ഷേത്രത്തിൻ്റെ പഴയ ഓവാണ്, പുറത്തേക്ക് ശിവൻ്റെ ക്ഷേത്ര ഓവാണ്, അത് മണ്ണ് ആണ്, പഴയ ഇപ്പോഴത്തെ കല്ലല്ല, മണ്ണ് കൊണ്ടാണത്. കറക്റ്റ് സൂക്ഷ്മം ഈ ചെറിയ കത്തി കൊണ്ട് അവിടെ അങ്ങനെ കൊത്തിയപ്പോൾ രക്തമാണ് പുറത്തേക്ക് വരുന്നത്. മണ്ണിൻ്റെ അകത്ത് നിന്ന് തകിടിൽ ആർത്തവരക്തമാണ് അവിടെ വെച്ചിരിക്കുന്നത്, പിന്നെ ഈ ചുരുട്ടിയിട്ട്. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, ഈ പറഞ്ഞ കൂടിൽ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, ഒരു മനുഷ്യന് ബുദ്ധിയുണ്ടെന്ന് ചിന്തിക്കുന്നതാണ് ഏറ്റവും വലിയ വിവരക്കേട്. ആ ബുദ്ധിക്ക് അപ്പുറത്ത് പ്രവർത്തിക്കുന്ന പല ശക്തികളുമുണ്ട്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ക്രിസ്ത്യാനികളുടെ ഇടയ്ക്ക് എക്സോർസിസം ഉണ്ട്, പ്രേതത്തോട്. വാറ്റിക്കൻ അനുവദിച്ച കാര്യമാണ്, വാറ്റിക്കൻ ചർച്ച് അനുവദിച്ച എക്സോർസിസം ചെയ്യാം. എല്ലാ സഭയിലും 1-2 അച്ഛന്മാരത് പഠിക്കും. എന്താണ് എക്സോർസിസം? ഒരു മനുഷ്യനെ ബാധിച്ചിരിക്കുന്ന ബാധയോട് പല അവരുടെ രീതിയിലുള്ള മന്ത്രപ്രയോഗം കൊണ്ട് ആജ്ഞാപിക്കുകയാണ് വിട്ടുപോകാൻ. അപ്പോൾ ബാധയുണ്ടല്ലോ, വിട്ടുപോകാൻ പറഞ്ഞാൽ പോവും ചെയ്യും, ചിലത് പോവില്ല. ഒരു മന്ത്രവാദം തന്നെയാണ്. മന്ത്രവാദമല്ലേ? അതിൻ്റെ ടെക്സ്റ്റൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അതിൻ്റെയൊക്കെ പഴയ രേഖകളൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. അതായത് നമ്മളതും അറിയണമല്ലോ. അപ്പം നമ്മുടെ ഇപ്പോൾ എൻ്റെ അടുത്ത് വന്ന ഒരു കുട്ടി ഇപ്പോൾ അടുത്ത കാലത്ത്, അയാൾ വളരെ ഉയർന്ന, ലോകത്ത് ചിന്തിക്കാൻ പറ്റാത്ത അത്രയും ഉയർന്ന ഒരു സോഫ്റ്റ്വെയർ കമ്പനിയുടെ ഡിസൈനറായിരുന്നു. അയാളുടെ മേലെ ഇവിടുത്തെ പല ജ്യോത്സ്യന്മാരും ഇപ്പോൾ പ്രശ്നം വെച്ചും നടന്നിട്ട് മാറാതെ വന്നപ്പോൾ ഒടുവിൽ എൻ്റെ അടുത്തെത്തി. അപ്പോൾ ഞാനിത് പറഞ്ഞു, ഇയാളുടെ കയ്യിൽ ഒരു ബാധയില്ല, ക്ലസ്റ്ററായിട്ട് വരാം, 5 ബാധയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ
അതിലൊരു സംഗതി എന്താ വെച്ചാൽ ഉം. ഒരു ക്ലസ്റ്ററായിട്ട് ഒരു വ്യക്തി ആക്രമിക്കാം. അതിൽ ചിലപ്പോൾ ഇപ്പോൾ ഞാൻ പോയിക്കോട്ടെ, മരിച്ചുപോയ മുഹമ്മദും കയറി വരാം, ഉം. ആൻ്റണിയും കയറി വരാം. അപ്പോൾ എനിക്ക് അവരുടേതായ രീതികൾ അറിഞ്ഞില്ല, അത് പ്രശ്നമാണ്. ഉം. ഇപ്പോൾ ബ്ലാക്ക് മാജിക് ഉണ്ടെന്നുള്ള സത്യമാണ്. അയ്യപ്പനെ സംബന്ധിച്ച് ഇപ്പോൾ നോക്കൂ, നമുക്കൊരു മകനുണ്ടായി, ആ മകൻ വളർന്നു വരുന്നു, ഉം. നിരന്തരം വിവാദങ്ങളാണ് ഉം. അവനെപ്പറ്റി. ഉം. എന്നാലോചിച്ചു. അപ്പോൾ ഏതൊരു അച്ഛന് ചിന്തിക്കുക, എൻ്റെ മകന് മാത്രം എന്താ? അപ്പോൾ അതുപോലെ ഞാൻ ചിന്തിക്കുകയാണ്, ഈ ലോകത്ത് മറ്റൊരു ക്ഷേത്രത്തിലില്ലാത്തൊരു ദുർവിധിയല്ലേ ശബരിമലയ്ക്കുള്ളത്? അതെ. 1950 സെപ്റ്റംബർ 18 അന്നത്തെ പോറ്റി ഉം. നട തുറക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു കക്ഷിയും കൊണ്ട് പോവുകയാണ്. ഉം. പോകുന്ന സമയത്ത് അവിടെ കാണുന്നത് അമ്പലം നിന്ന് കത്തുകയാണ്. കാട്ടിനകത്ത്. നോക്കുമ്പോൾ എന്താ, വിഗ്രഹം അന്നത്തെ വുഡനാണ്, അത് ദാരു വിഗ്രഹമാണ്. അത് 7 കഷ്ണങ്ങളായിട്ട് മഴുകൊണ്ട് വെട്ടിപ്പളർന്നിട്ടിരിക്കുകയാണ്. അല്ലേ? അത് ചെയ്തത് അവിടെയുള്ള ക്രിസ്തു മതത്തിൻ്റെ ചില പുരോഹിതന്മാരും ചില ക്രിസ്ത്യൻ ക്രിമിനൽസും ചേർന്നിട്ടാണെന്നുള്ളത് അന്നത്തെ DIG കേശവ മേനോൻ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് ആ റിപ്പോർട്ട് ഇന്ന് വരെ നമ്മുടെ നിയമസഭ ചർച്ച ചെയ്തിട്ടല്ലോ. അപ്പോൾ ശബരിമല എന്തുകൊണ്ട് ശബരിമല ടാർഗറ്റഡാണ്. പൊതുവേ ഒരു കാര്യം പറയാം, ഒരു വിഗ്രഹത്തിൽ നിന്നൊരു സാധനം മോഷ്ടിക്കണമെങ്കിൽ ആ ദേവതയ്ക്ക് ബന്ധനം സംഭവിക്കണം, അല്ലെങ്കിൽ പറ്റില്ല. കള്ളൻ ഹുണ്ടി എടുത്തുകൊണ്ട് പോകുന്ന പോലും അവനൊരു പ്രയോഗം നടത്തിയിട്ടാണ്, അല്ലാതെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പറഞ്ഞു വരുന്നത് അയ്യപ്പൻ ഇപ്പോൾ ബന്ധനത്തിലാണെന്നാണ്. എന്ന് പറഞ്ഞതിനർത്ഥം ഇപ്പോഴെന്നല്ല, 1950s മുതൽ ഇതിങ്ങനെ തുടർച്ചയാണിത്. ഒരു ദിവസം പോലും അവിടെ ഇടയ്ക്ക് ഒരു എലിവാല് കണ്ടെത്തി അരവണയിൽ. ശബരിമല എപ്പോഴും ഒരു ബന്ധനത്തിലാണ്. അതെന്തുകൊണ്ടാണ്? ആ മൂർത്തിക്ക് ഒന്നല്ലെങ്കിൽ ചെയ്യേണ്ടതല്ലാത്ത എന്തുവാണ് ചെയ്യുന്നത്. ഇപ്പം ഒരാൾ എന്നോട് പറഞ്ഞു, എന്നെ വിളിച്ചു പറഞ്ഞു, സാറേ നിങ്ങൾ ഇനി ഇൻ്റർവ്യൂവിൽ പറയണം, ഇത് മലയരയന്മാരുടെ ക്ഷേത്രമാണ്, അവിടെ എന്നോട് അങ്ങനെയാണ് പറഞ്ഞത്, നിങ്ങളുടെ കൂട്ടർ വന്ന് കയറിയിട്ടാണ് ഇതുണ്ടായത്. അപ്പം ഞാൻ ഒരു ചോദ്യം അതോട് തിരിച്ചു ചോദിച്ചു, ഇതേപ്പറ്റി നിങ്ങൾക്കറിയാവുന്ന ഏറ്റവും പഴയ ആധികാരിക രേഖ എന്താണ് ചരിത്രപരമായിട്ട്? അയാൾ പല ചരിത്ര ഗ്രന്ഥങ്ങളുണ്ട്, ഞാൻ പല എന്ന് പറഞ്ഞ പല ഒരു ഗ്രന്ഥം പറയും, നിങ്ങൾക്ക് സർവ്വസമ്മതമായ ഒരാൾ എഴുതിയ ഒരു ഗ്രന്ഥം പറയൂ. അതിങ്ങനെ പല വിദേശ സായിപ്പന്മാർ ഇവിടെ, സായിപ്പന്മാരല്ല, മിഷണറിമാർ, CSI ഫാദറായിട്ടുള്ള സാമുവൽ മെറ്റീർ എന്ന ആളാണ് ഇതിനെപ്പറ്റി ഏറ്റവും ആധികാരികമായിട്ട് എഴുതിയിട്ടുള്ളത്. CSI ഫാദർ ആണ് അയാൾ അതിൽ എഴുതിയിരിക്കുന്നത്, ഇവിടെയുള്ളത് ഒരു പ്രത്യേക ഡിയറ്റിയാണ്, സെലിബറ്റായുള്ള ഡിയറ്റിയാണ്. അപ്പം ഇത് ബ്രഹ്മചാരിയാണ്. ഇവിടെ ഇങ്ങനെയാണ് നടതുറപ്പും പൂജയും എന്നൊക്കെ എഴുതുന്ന ഈ മണ്ഡലവ്രതത്തെ പറ്റിയൊക്കെ എഴുതിയിട്ടുണ്ട്. അതിലൊരു കാര്യം പറയുന്നുണ്ട്, ഇവിടെ മുമ്പ് ഒറാക്കിൾസ് ആയിരുന്നത് മലയരയന്മാരായിരുന്നതാണ്. ഒറാക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വെളിച്ചപ്പാടിൻ്റെ അർത്ഥമുള്ളൂ. അവിടെ ഒറാക്കിളായിരുന്നു അയ്യർ വിഭാഗക്കാരും ബ്രാഹ്മണർ. അയ്യർ എന്ന് പറയുന്ന തമിഴിൽ നിന്ന് വന്നിട്ടുള്ള അയ്യർ എന്ന വിഭാഗക്കാരും അവിടെ ഒറാക്കിൾസ് ആയിരുന്നു. ഒറാക്കിൾ എന്ന് പറഞ്ഞാൽ ഉറഞ്ഞു തുള്ളിയിട്ട് ദേവൻ്റെ ഹിതം പറയാന്നുള്ളതാണ്. അതെങ്ങനെ പൂജകനാവും? അതിനെപ്പറ്റി ഒരു രേഖയും ഇല്ല. ശരിയാണ്, കാട്ടിൽ നിന്ന് മലയരന്മാർ കളക്ട് ചെയ്തിട്ടുള്ള തേൻ മുളന്തണ്ടിൽ കൊണ്ടുവന്നിട്ട് അയ്യപ്പന് അഭിഷേകം ചെയ്യുന്നൊരു പരിപാടി അവർ ചെയ്തിരുന്നു. അതൊരു അവകാശമാണ്. അങ്ങനെ അവകാശങ്ങൾ പല ക്ഷേത്രങ്ങളിലും എല്ലാ ജാതികൾക്കുണ്ട്. ഇപ്പോൾ പാണന്മാർ, പറയന്മാർ, പുലയന്മാർക്കൊക്കെ ഓരോ ക്ഷേത്രത്തിലും അവരുടെ അവകാശങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ കൊടിനാട്ട് മുക്കിൽ ദേവിയുണ്ട്. ആ ദേവി കൊടുങ്ങല്ലൂർ അമ്മയുടെ അനിയത്തി എന്നൊക്കെ സങ്കല്പം. 36 ജാതികൾക്കും അവകാശമുണ്ട്. അതിൽ പെരുവണ്ണാൻ എന്ന ആളാണ് അവിടെ വന്നിട്ട് ആദ്യം ചെയ്യുക. അയാൾ വന്നില്ലെങ്കിൽ നമ്പൂരിക്ക് അവിടെ നടക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ അവകാശങ്ങളുണ്ട്. അത്തരത്തിൽ ഒറാക്കിൾ എന്ന അവകാശം മലയരന്മാർക്കുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ അർത്ഥം മലയരന്മാരുടെ ക്ഷേത്രമാണെന്നല്ല. അവിടെയുള്ള കാട്ടിലുള്ള എല്ലാ ഗോത്ര വിഭാഗക്കാർക്കും അവകാശം ഉണ്ടായിരുന്നു. അങ്ങനെയാണല്ലോ എല്ലാ ക്ഷേത്രവും ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഗുരുവായൂരപ്പൻ വന്ന കാലത്ത് നമ്പൂരിയായിരുന്നു പൂജ ചെയ്തിരുന്നത്. ആ കഥ പ്രകാരം ഗുരുവായൂരപ്പൻ കടലിൽ അലഞ്ഞു നടന്ന വിഗ്രഹം കൊണ്ടുവന്ന് ദേവഗുരുവായ ബൃഹസ്പതിയും പിന്നെ വായുദേവനും പ്രതിഷ്ഠിച്ചു. അന്ന് ഇവിടെ ബ്രാഹ്മണരുണ്ടോ? ഈ പറഞ്ഞ നമ്പൂരി വിഭാഗം ഉണ്ടോ കേരളത്തിൽ? ഇല്ല. പൂജ നടന്നിട്ടുണ്ടോ? അതാ. അപ്പൊ പൂജ നടക്കുന്നത് മനുഷ്യരല്ല എന്നല്ലേ? ദേവഗുരുവും വായുദേവനും കൂടി പൂജ ചെയ്തെന്ന് പറഞ്ഞാൽ മനുഷ്യരല്ല പൂജ ചെയ്തത്. അപ്പൊ മനുഷ്യേതരരും പൂജ ചെയ്തിരിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞതിനർത്ഥം, ശബരിമലയിൽ ഞാൻ കണ്ടിടത്തോളം ഈ വെറുതെ എല്ലാ വിവാദങ്ങളും ഉണ്ടാകുന്നത്. അതിലൊരു ഫോക്കസ് ഉണ്ട്. ഞാനതിൻ്റെ മാപ്പ് നോക്കി. ഇപ്പോഴും നിങ്ങൾക്ക് ഗൂഗിളിൽ നോക്കാം, ഇത് കേൾക്കുന്ന ആർക്കും നോക്കാം. ശബരിമലയ്ക്ക് ചുറ്റും ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിലൊക്കെ ഒരു ഇടവകയ്ക്ക് ഒരു പള്ളി, ഇപ്പോൾ ഓർത്തഡോക്സുകാർക്ക് ഒരു പള്ളി, മലങ്കരക്കാർക്ക് അങ്ങനെയാണല്ലോ. ശബരിമലയ്ക്ക് ചുറ്റും മാത്രം 138 പള്ളിയാണ്. അതെങ്ങനെ വന്നു? അത്രമാത്രം ക്രിസ്ത്യാനികൾ ഈ കാനന പ്രദേശത്തുണ്ടോ? ഇതിൻ്റെ പേരാണ് സ്റ്റോക്കിംഗ്.
ഇത് സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു മതം നിർഭാഗ്യവശാൽ ക്രിസ്തുമതമാണ്. മൂകാംബിക ചുറ്റും ഞാൻ മനസ്സിലാക്കി, മൂകാംബിക എവിടെയെങ്കിലും ഒരു ക്ഷേത്രത്തിൽ ഹിന്ദുക്കൾ കൂടുതലായി വരുന്നു എന്ന് കണ്ടാൽ, ആ ക്ഷേത്രം ജാതിഭേദത്തിന് അതീതമാണെന്ന് കണ്ടാൽ, മൂകാംബികയും ശബരിമലയും പ്രത്യേകത ഒരുപോലെയാണ്. ക്രിസ്ത്യാനിക്കും വരാം, പുനത്തിൽ കുഞ്ഞബ്ദുലിക്കും വരാം, യേശുദാസിനും വരാം, ഇളയരാജയ്ക്കും വരാം, ആർക്കും വരാം. അയ്യപ്പനും അങ്ങനെ തന്നെയാണ്. ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളെ ഇവർ ഫോക്കസ് ചെയ്തിട്ട് ചുറ്റോട് ചുറ്റും ഇവർ സ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കും. സ്ഥലം വാങ്ങോടെ അവിടെ പള്ളികൾ നിറയും ചുറ്റും. നമ്മൾ അറിയില്ലത് ബേർജിൻ. ഇതാണ് ശബരിമല ഉള്ളത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ സത്യത്തിൽ അയ്യപ്പൻ ഫിസിക്കലിയും ബന്ധനസ്ഥനാണ്. ക്ഷേത്രം ഒരു നിമിഷം ഇപ്പോൾ ഉള്ള സിസ്റ്റം തകരാൻ വേണ്ടിയാണ് ഇപ്പോൾ, അതായത് CSI ഫാദറായിട്ടുള്ള മറ്റീർ അന്നേ 1880കളിലെ ബുക്കാണത്. അതിൽ എഴുതി വെച്ചിട്ടുണ്ട്, അതിൽ ഇന്നത്തെ ഒറാക്കിൾസ് ആയിരിക്കുന്ന മലയരന്മാർ ശബരിമലയുടെ പടിക്ക് താഴെ അവരുടെ ചെലമ്പും വാളും വെച്ചിട്ട് സ്ഥാനം ഒഴിഞ്ഞു എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട് അവർ. മാത്രമല്ല അവർ ക്രിസ്തു മതത്തിലേക്ക് മാറി എന്ന് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ സജീവനോ രാമനോ പിന്നെ കൃഷ്ണനോ പേരിട്ടവരെല്ലാം ഹിന്ദുക്കളാണെന്ന് വിചാരിക്കരുത്. അവരുടെ ഈ വാദത്തിന് പിന്നിൽ മറ്റൊരു ലക്ഷ്യമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ആശയപരമായിട്ട് മതം മാറിയവർ ശബരിമല ക്ഷേത്രത്തെ അധികം താമസിക്കാതെ കൈയാളാൻ വേണ്ടിയുള്ള ഒരു ഡിസൈൻ ഇതിൻ്റെ പിന്നിലുണ്ട്. ആ ഡിസൈൻ എതിർക്കുന്നുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് ഇപ്പോഴത്തെ തന്ത്രത്തോട് ചേർന്ന് നിൽക്കേണ്ടി വരുന്നത്. അല്ലാതെ അത് അവർ ചെയ്യുന്ന ശുദ്ധമാണെന്നുള്ളതുകൊണ്ടല്ല, അവർ ചെയ്യുന്ന പൂർണ്ണം ശരിയെന്ന അർത്ഥത്തിലല്ല. ശബരിമല രക്ഷിക്കാൻ വേണ്ടിയാണ്. പക്ഷേ ശബരിമല ഒരു ക്യാപ്റ്റീവാണിപ്പോൾ. ചുറ്റോട് ചുറ്റും നിങ്ങൾ നോക്കിക്കോളൂ. അവിടെയുള്ള നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ, പറയുന്ന ഏതെങ്കിലും ഒരു ധൈര്യം ഉണ്ടെങ്കിൽ അവിടെയുള്ള സ്ഥലങ്ങൾ കാട് കയറിയിട്ട് എത്ര എടുത്തിട്ടുണ്ടെന്ന് പറയണം. എത്ര അടിയാധാരത്തിൽ ആരുടെ പേരാണ്, ഇപ്പോൾ ആരുടെ കയ്യിലാണ്. അതിന് ഉദാഹരണമാണ് തിരുവോണമല. മലപ്പുറത്തെ തിരുവോണമല ഞാൻ പോയതാണ് നേരിട്ട പ്രക്ഷോഭത്തിന്. ആ തിരുവോണമലയിൽ 700 ഏക്കർ സ്ഥലത്തിൽ പകുതി മുസ്ലിം ലീഗിൻ്റെ നേതാവിൻ്റെ പേരിലും പകുതി ഷേർലി ജോസഫ് എന്ന് പറയുന്ന പേരിലുമാണ്. ക്ഷേത്രത്തിന് ഒരാളുടെ പേരാണ് ഷേർലി ജോസഫ്. നോക്കുമ്പോൾ അടിയാധാരം മാറ്റിയതാണ്. നഗ്നമായി ഇപ്പം നമ്മുടെ ഇയാൾ മരിച്ചല്ലോ, നമ്മുടെ ഗാഡ്ഗിൽ മരിച്ചപ്പോൾ 50 പേര് പോയില്ല പങ്കെടുക്കാൻ. അതെ, മാധവ് ഗാഡ്ഗിൽ, ഈ പ്രകൃതിക്ക് വേണ്ടി സംസാരിച്ച മാധവ് ഗാഡ്ഗിൽ മരിച്ചപ്പോൾ 50 പേര് പോയില്ല. VIPs ആരും ഉണ്ടായിരുന്നില്ല. എന്താ കാരണം? എല്ലാവരുടെയും നാഥൻ ഈ വലിയ സഭകളാണ്. അവർ എറിഞ്ഞു കൊടുക്കുന്ന പൈസയ്ക്കനുസരിച്ചാണ് ഏത് രാഷ്ട്രീയക്കാരും പ്രവർത്തിക്കുള്ളൂ. അതുകൊണ്ട് കാട്ടിലുള്ള ക്ഷേത്രങ്ങൾ, മൂകാംബിക പോലെ ശബരിമല പോലെ ക്ഷേത്രങ്ങൾ ഇവരുടെ ടാർഗറ്റാണ്. അവിടേക്ക് അഭൂതപൂർവ്വ തിരക്ക് വരുമ്പോൾ ആ ഹിന്ദുക്കളെല്ലാം ഹിന്ദുമതത്തിലേക്ക് പോവാണല്ലോ. അതിൽ നിന്ന് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചുമരമല എഴുതി വെച്ചത്, പുരുഷകാമികൾ, കൂട്ടിക്കൊടുപ്പുകാർ, വിഗ്രഹാരാധന, അടി കിട്ടുന്ന പരിപാടിയല്ലേ ഇത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ പരമത വിദ്വേഷം ഇവർക്ക് പ്രചരിപ്പിക്കാം. നമ്മളൊരു സത്യം പറഞ്ഞാൽ നമ്മളെ വർഗീയവാദിയായിട്ട് കാണും, പ്രചരിപ്പിക്കും അങ്ങനെ. അപ്പം ഞാൻ പറഞ്ഞത്, മാധവ് ഗാഡ്ഗിൽ പറഞ്ഞ കാര്യം എന്താണ്? ഈ പശ്ചിമഘട്ടം തുരന്ന് നശിപ്പിച്ചു. ആര് നശിപ്പിച്ചു? ഉത്തരവില്ല, ആരും ചോദിക്കുന്നില്ല. അപ്പോൾ ഈ പശ്ചിമഘട്ടം തുരക്കുന്നതിന് പ്രധാനപ്പെട്ട എതിരെ അയ്യപ്പനും ഈ മൂകാംബിയും പോലുള്ള ആളുകളാണ്. കാരണം നമ്മുടെ ആചാരങ്ങളെല്ലാം പ്രകൃതിയോട് ചേർന്നിട്ടാണ്. നമ്മളൊന്നിനും നശിപ്പിക്കാൻ നിൽക്കുന്നില്ല. അപ്പം ശബരിമലയിൽ ഈ പറഞ്ഞ പൂർവ്വവാദം ഉണ്ടല്ലോ, മലയാരൻ്റെ ക്ഷേത്രമാണ് മറ്റേന്നൊക്കെ, ഒന്നും യാതൊരു ചരിത്രപരമായ അടിസ്ഥാനവുമില്ല. ആ മെറ്റീരിയൽ എഴുതി വെച്ചിട്ടുണ്ട്. അയാൾ RSS ഒന്നുമല്ലല്ലോ, പാതിരിയാണ്. അയാൾ എഴുതി വെച്ചിട്ടുണ്ട് ഇവർ മതം മാറിയെന്ന്. ഇന്ന് എത്ര മലയാരന്മാർ ഹിന്ദുക്കളായി ജീവിക്കുന്നുണ്ടെന്ന് ചോദ്യത്തിന് ഉത്തരം പറയുന്നില്ല, വളരെ കുറവാണ്. അപ്പൊ മാറിക്കഴിഞ്ഞു, എല്ലാവരും മാറിക്കഴിഞ്ഞു. എന്നിട്ട് അവരാണ് പറയുന്നത് ഞങ്ങളുടെ ക്ഷേത്രമാണെന്ന്. അപ്പൊ അവർ എന്നിട്ട് സംവരണം കിട്ടി IAS വരെ ആയി. എന്നിട്ട് ആ വാദത്തിന് ബലം പിടിക്കുക മറ്റുള്ളവർ. പിന്നെ വേറെ ബൗദ്ധ വിഹാരം, ഒരു മണ്ടത്തരമാണ് ഈ പറയുന്നത്. ബുദ്ധമതത്തിന് വിഗ്രഹാരാധന ഉണ്ടോ? ബൗദ്ധവിഹാരമായിരുന്നു, അവിടെ ബുദ്ധൻ്റെ പ്രതിമയാണ് അവിടെ ഉള്ളത്. ഇങ്ങനെ അത് കമ്മ്യൂണിസ്റ്റ് ഹിസ്റ്റോറിയൻസാണ്. അവരുടെ ജോലിൻ്റെ ആശയക്കുഴപ്പമുണ്ടാക്കുക എന്നുള്ളതാണ്. അവരെ നമ്മുടെ സീതാറാം ഗോയൽ റോമില താപ്പർക്ക് കത്തെഴുതി 15 ചോദ്യങ്ങൾ ചോദിച്ചു. അവർ തിരിച്ചു പറഞ്ഞു ഞാൻ എഴുതിയ NCERT ടെക്സ്റ്റ് ബുക്ക് പഠിക്കുമെന്ന്. മറുപടി കൊടുത്തില്ല. സീതാറാം ഗോയൽ ചോദിച്ച ചോദ്യം ഈ കമ്മ്യൂണിസ്റ്റ് ഈ ഹിസ്റ്റോറിയൻസിൻ്റെ മുഖത്തുള്ള അടിയാണ്. നമുക്ക് അടുത്തൊരു ചർച്ച സംസാരിക്കാം. ഞാൻ പറഞ്ഞത്, കേവലം മനുഷ്യൻ നിർമ്മിച്ച ആയുധം കൊണ്ട് ടിപ്പു എന്നൊരാൾക്ക് ഈ 1000 ക്ഷേത്രത്തെ നശിപ്പിക്കാമെങ്കിൽ, ബ്ലാക്ക് മാജിക് അറിയുന്ന ഒരാൾക്ക് ഒരു ദേവതയ്ക്ക് താൽക്കാലികമായിട്ടെങ്കിലും ക്ഷീണം കൊണ്ടുവരാൻ സാധിക്കും. താൽക്കാലികമാണത്. ദേവത എന്ന് പുറത്തേക്ക് ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് ദേവപ്രശ്നമൊക്കെ വെക്കുമ്പോൾ മനസ്സിലാവില്ലേ? അത് ദേവപ്രശ്നം വെക്കുന്നവർക്ക് ഇതല്ല ചിന്ത. കൊടിമരത്തിന് സ്വർണം പൂശണോ, പിന്നെ രത്നം പതിക്കണോ, അല്ലെങ്കിൽ ഇങ്ങനെ വാതിൽ മാറ്റണോ, കട്ടളപ്പള്ളി കൊണ്ടുപോകണം. ഇവർക്ക് ഈ സത്യം പറയും, ഹിന്ദുക്കളുടെ ശത്രു ഹിന്ദുക്കളാണ്. ഞാൻ പറഞ്ഞല്ലോ, ദേവതയ്ക്ക് എന്തുകൊണ്ട് ഇത്രയും വിവാദം ഉണ്ടാവുന്നു എന്നെങ്കിലും ശബരിമല പ്രശ്നം എന്ന് പറയുന്നത് എന്താണ്? ഈ വന്നിരിക്കുന്ന ആളോട് ചോദ്യങ്ങൾ ചോദിക്കണം, നമ്മൾ പറയണം, അയാൾ ചോദിക്കുന്ന ഉത്തരവും പറയണം. ഒരു കോൺവെർസേഷനാണ് ഇത്. ആദ്യമേ ദേവസ്വം ബോർഡ് എഴുതി കൊടുക്കുന്ന വായിക്കുന്നവനാണ് അവിടെ പോയിരിക്കുന്നത്. പണ്ട് തമാശയ്ക്ക് എന്നോടൊരു ഞങ്ങളുടെ നാട്ടിലൊരു വെളിച്ചപ്പാട് പറഞ്ഞു,
മോനെ 2 തരം മൊഴി ഞങ്ങൾ പറയണം വെളിച്ചപ്പാടന്മാര്, ഒന്ന് വാമൊഴി ഒന്ന് വരമൊഴി ഒന്ന്. പക്ഷെ എന്താ അത് വരമൊഴി? ഒന്ന് വാമൊഴി പറഞ്ഞാൽ എനിക്ക് വായി തോന്നി പറയാ, വരമൊഴി പറഞ്ഞാൽ കമ്മിറ്റികൾ എഴുത്തെന്ന് പറയാ. അപ്പൊ ദേവസ്വം ബോർഡും തന്ത്രിയൊക്കെ പറയുന്നതേ അവിടെ പറയാൻ പറ്റുള്ളൂ. അപ്പൊ പിന്നെ അയ്യപ്പന്റെ ബന്ധനം, അവർക്ക് അയ്യപ്പൻ ഒരു കച്ചവട വസ്തുവാണ്, അയ്യപ്പനെ വെച്ച് കാശുണ്ടാക്കുകയാണ്. ഞാൻ പറയുന്നത് അയ്യപ്പനെ ഭക്തൻ, അങ്ങും ഞാനും പറയുന്നത് ഭക്തർ എന്ന നിലയ്ക്കാണ്. അപ്പൊ നമുക്ക് എന്താ ആവശ്യം? ഇപ്പോൾ അത്തരത്തിൽ ആ ആംഗിളിൽ ഒരു ദേവപ്രശ്നം വരണം. ഈ ദേവതയ്ക്ക് എന്തുകൊണ്ട് ഇങ്ങനെ നിരന്തരം വിവാദങ്ങൾ വരുന്നു? അതിന്റെ പിന്നിൽ ആരാണ്? പരിഹാരം എന്താണ്? പ്രതിഹാരം എന്നും പറയുന്നത്. പ്രതികാരം തിരിച്ചടിക്കാം. ഇത് ചെയ്തത് ആരാണെങ്കിലും തിരിച്ചടിക്കാം, സംശയമില്ല കാര്യത്തില്. ഇപ്പൊ നമ്മൾ വലിയൊരു സഭയാണോ ചെയ്ത്, അതിനകത്ത് മന്ത്രവാദം ഇവിടെ ഉണ്ട്, തിരിച്ചടിക്കാൻ ചെയ്യാം. പക്ഷെ അതൊന്നും ചിന്തിക്കില്ല. ഇപ്പം ഞാനൊരു കേരളത്തിലെ പ്രമുഖനായ ഒരു സമുദായ നേതാവ്, അയാളോട് ചോദിച്ചു, ഇതാ മെഡിക്കൽ കോളേജ് വേണോ അതോ സ്വന്തം മോളുടെ പ്രൊമോഷൻ വേണോ? അയാളെന്താ തീരുമാനിച്ചത്? മോളുടെ പ്രൊമോഷൻ മതി, മെഡിക്കൽ കോളേജ് വേണ്ട. അങ്ങനത്തെ വങ്കന്മാരും വിവരം കെട്ടവന്മാരാണ് ഹിന്ദുക്കളെ ഭരിക്കുന്നതേ. ഞാൻ കാസർഗോഡ് കാഞ്ഞങ്ങാട് ഒരു സംഘത്തിൻ്റെ ഒരു പരിപാടിക്ക് പോയി, പ്രഭാഷണത്തിന് പോയി. അപ്പോൾ ഒരു വീട്ടിൽ താമസിക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ ഈ തോട്ടം ആരുടെ? വലിയ തോട്ടം എന്ന് വെച്ചാൽ വലിയ റബ്ബർ തോട്ടം, 1000 ഏക്കർ ഇട്ടുള്ളത്. ഇത് NSSന്റെ ആയിരുന്നു. അവരത് വില പോലും വാങ്ങാതെ സഭയ്ക്ക് കൊടുത്തു. വില പോലും വാങ്ങാതെ സഭ ഇപ്പോൾ അടിപൊളി സ്കൂളൊക്കെ തുടങ്ങുകയാണ്. അപ്പം നിങ്ങൾ ആലോചിക്കുക, ഈ സാമുദായ സംഘടന കൊണ്ട് എന്താണ് ഹിന്ദുവിന് ഗുണം? ഇവർ അവരുടെ അടിമകളാണ്. വില വാങ്ങാതെ ഒരു പ്രസ്ഥാനം, ഒരു സാധനം അന്യ സമുദായത്തിന് കൊടുക്കുന്നുണ്ട്, ഐ മീൻ മറ്റൊരു മതത്തിന് കൊടുക്കുന്നുണ്ടെങ്കിൽ വില വാങ്ങിയിരിക്കും, വ്യക്തി വാങ്ങിയിരിക്കും. നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. ഞാൻ അയാളോട് പറഞ്ഞു, വില വാങ്ങിയിട്ടുണ്ടാവും, NSSന്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞു, അത് ശരിയാണ്. ഇതാണ് നടക്കുന്നത്. ഒരു വ്യക്തിയും അയാളുടെ കുടുംബവും ചീർത്ത് വരും, സമുദായം നശിച്ചു പോകും. അതൊന്നും ഇവർക്ക് വിഷമമുള്ള കാര്യമല്ല. അപ്പോൾ അങ്ങ് നമ്മൾ ഈ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ അങ്ങ് കഴിഞ്ഞ നമ്മുടെ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞ അതേ വാദത്തിൽ ഉറച്ചു നിൽക്കുന്നു. അയ്യപ്പന് താന്ത്രിക ഞാൻ പറയുന്നു ഔട്ട് ഓഫ് ദ സ്റ്റേറ്റ് ഇഷ്ടംപോലെ പണ്ഡിതന്മാരുണ്ട്, മന്ത്രവാദം അറിയുന്നവരുണ്ട്, തന്ത്രം അറിയുന്നവരുണ്ട്. അങ്ങനത്തെ പണ്ഡിതന്മാരൊക്കെ വെച്ചിട്ട് ഒരു 8 പേരെ വിളിക്കുക, കേരളത്തിലെ ആൾക്കാരുണ്ടായിക്കോട്ടെ, വെച്ചിട്ട് നമ്മൾ കപാലി നമ്പൂരിയെ പോലുള്ള മഹാപണ്ഡിതന്മാരുണ്ട് ജ്യോതിഷത്തിൽ, പയ്യന്നൂർ, വയസ്സായി, അവരൊക്കെ വെച്ചിട്ട് ദേവതയ്ക്ക് എന്താ ഉണ്ടായെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അറിവുള്ള ജ്യോതിഷി പറയും ദേവതയ്ക്ക് ബന്ധനം നേരിട്ടുണ്ടെന്ന് പറയും. ബന്ധനം മാത്രമല്ല, അയ്യപ്പനെതിരെ അനേകം ക്രിയകൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത്രയും വിച്ച് ക്രാഫ്റ്റ് ചെയ്യുന്ന ഈ പറഞ്ഞ ആളുകൾ വെറുതെ ഇരിക്കും തോന്നുന്നുണ്ടോ അങ്ങേക്ക്? ഹിന്ദുക്കൾ ജാതി ഇല്ലാതെ മുട്ടി ഒരുമി പോകുന്ന ഒരു അമ്പലം നിലനിൽക്കാൻ അവർ സമ്മതിക്കുമോ? സമ്മതിക്കില്ല. ശബരിമല അൾട്ടിമേറ്റ്ലി ഇല്ലാതാവണം എന്നുള്ള ഫോക്കസോട് കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ശബരിമല അവിടെ വരാൻ പാടില്ലെന്നാണ്. ശബരിമല പോകണം അവിടുന്ന്. അഥവാ ശബരിമലയ്ക്ക് അവിടെ നിൽക്കണോ? ഇപ്പോൾ SNDP യോഗം ചെയ്തതുപോലെ, പിന്നെ എന്താ അവരുടെ കേന്ദ്രത്തിൻ്റെ പേര് വർക്കല, അതിൻ്റെ അകത്തൊരു ക്രിസ്ത്യൻ പള്ളി, ശിവഗിരി മഠത്തിനകത്ത് എന്ത് വേണം? ക്രിസ്ത്യൻ പള്ളി വേണം, മുസ്ലിം പള്ളിയും വേണം. ഇത് തന്നെ ഇവിടെ കൊണ്ടുവരാൻ നോക്കൂര്. ശബരിമലയ്ക്ക് അയ്യപ്പന് ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ടോ എങ്കിൽ തൊട്ടടുത്ത് ഇതാ ഈ വ്യാഖ്യാനങ്ങൾ നോക്കൂ നിങ്ങൾ. അയ്യപ്പന്റെ ശബരിമല ക്ഷേത്രം തീവയ്ക്കപ്പെട്ടതിന് ശേഷം, ക്രിസ്ത്യൻ ക്രിമിനൽസ് തീവെച്ചതിന് ശേഷം വാദങ്ങൾ മാറുകയാണ്. അയ്യപ്പൻ എല്ലാവരുടെയുമാണ്, ഇത് മതേതരമാണ്, ഇത് ഹിന്ദു എന്ന് പറയാൻ പാടില്ല, അല്ലേ? അത്തരത്തിലുള്ള സർക്കാരുകൾ തിരഞ്ഞെടുക്കപ്പെടുക. അതിൻ്റെ ഒരു ഫോക്കസ് എങ്ങോട്ടാണ്? If at all Ayyappa wants to survive in this world, he has to accept that Jesus Christ, or that Saint Sebastian is my brother or friend. വാവരൻ്റെ പിന്നെ ഫ്രണ്ടാണ്. ഇവിടെ അവിടെ നിലക്കലൊരു കുരിശ് വന്നല്ലോ, കള്ളക്കുരിശ് വന്നല്ലോ. അതുപോലെ ശബരിമലയിൽ മേലെ ഇവർക്ക് 2 പേർക്കും സ്ഥാനം. ഇപ്പോൾ ഈ തവണ പ്രസിഡന്റ് വന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് വന്നപ്പോൾ അവിടെ ഒരുത്തുണ്ട്, ഒരു മുസ്ലിം സഹോദരൻ നിന്നിട്ട് പ്രസിഡന്റിനെ അനുഗ്രഹിക്കുന്നു, എന്തൊക്കെയോ ചൊല്ലുന്നുണ്ട്, ഡയറി മിൽക്ക് അങ്ങനെ എന്തൊക്കെ പറയണ്ടേ, മനസ്സിലായില്ല, എനിക്കത് എന്താ പറയണം മനസ്സിലായില്ല. അൽഫാം ബന്തില്ല എന്നൊക്കെ എന്തോ പറയുന്നുണ്ട്. അപ്പം ഞാൻ നോക്കുമ്പോൾ എന്താ ഇപ്പോൾ ഈ വിദ്വാൻ ചെയ്യണത്? ഇന്ത്യൻ പ്രസിഡന്റ്, വാട്ട് എ ഷെയിം ഇറ്റ് ഈസ്. ഇന്ത്യൻ പ്രസിഡന്റ് അവിടെ വന്ന് നിൽക്കുമ്പോൾ ആരാണ് അയാൾ അവിടെ കറക്റ്റ് പ്ലേസ് ചെയ്യുന്നത്? ഞാൻ ഈ കഴിഞ്ഞ തവണ രാജപ്രതിനിധിയോട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, അല്ല ഇവർക്ക് അധികാരമുണ്ട്, പണ്ടേ അവിടെ എന്ത് അധികാരം? MN നമ്പ്യാർ എന്ന് പറയുന്ന തമിഴിലെ വില്ലനായിരുന്ന നല്ല മനുഷ്യനായിട്ടുള്ള വില്ലൻ സിനിമയിൽ മാത്രമേ ഉള്ളൂ. അയാൾ അയ്യപ്പ ഭക്തനാണ്. അയാളുടെ ഗുരു 1 മിസ്റ്റർ പിള്ളൈ
എഴുതിയ നാടകത്തിലെ കഥാപാത്രം മാത്രമാണ് വാവര്. ആ നാടകം ഈ രാജ്യം മുഴുവൻ കളിച്ചാണ്. ഹിന്ദുക്കൾ വിഡ്ഢികളായതുകൊണ്ട് നാടകം വിശ്വസിച്ചു, ചരിത്രം മറന്നു. ശിവഭൂതഗണമായ വാവരനെ മറന്നു. തമിഴ്നാട്ടിൽ കർണാടകത്തിൽ ഇപ്പോഴും ഉണ്ട് വാവര ക്ഷേത്രങ്ങളുണ്ട്. അത് വിശ്വഹിന്ദു അവിടെ എരുമേലി നിർമ്മിക്കുക. അതിനെ എതിർക്കുന്നവര് വിശ്വഹിന്ദു പരിഷത്തിനെ എതിർക്കാൻ കാരണം വിശ്വഹിന്ദു പരിഷത്ത് യഥാർത്ഥ ചരിത്രം പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ചരിത്രമല്ലെന്ന് വരുത്തുക ചെയ്യുന്നവര്. ഇവിടെ സത്യം നടന്നെന്നറിയോ? ഇവർക്ക് ഇപ്പം ഞാൻ പറയട്ടെ, ശബരിമല എല്ലാ പ്രശ്നങ്ങളും ഒറ്റ നിമിഷം കൊണ്ട് തീരും. ഞാൻ പറഞ്ഞാൽ അതിൻ്റെ മറുപടി. ഈ അയ്യപ്പൻ്റെ ശ്രീകോവിൽ, അതിൻ്റെ തൊട്ടടുത്ത് യേശു ക്രിസ്തുവിന് കടക്കാൻ സ്ഥലം കൊടുക്കുക, ഇപ്പുറത്ത് നിസ്കരിക്കാനുള്ള മുറി കൊടുത്താൽ ശബരിമല ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അതിനു വേണ്ടിയുള്ള ശ്രമമാണ് ഈ മതേതരം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഒരു ചോദ്യം, ഒരു പാലട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ? നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട എറണാകുളം എടപ്പള്ളിയിലുള്ള പള്ളിക്കകത്ത് ഞങ്ങളുടെ ഭഗവതി സേവ നടത്താനുള്ള സ്ഥലം എടുത്ത് തരൂ. ഇടയ്ക്ക് വല്ലപ്പോഴും ഒരു ഗണപതി ജന്മത്ത് ചെയ്യുമോ? ഇല്ല. ഇപ്പം ഹിന്ദുവിൻ്റെ അക്കൗണ്ടിൽ എല്ലാവരും കയറണം, മതേതരാവണം. അത് മറ്റിടത്തേക്ക് അത് വോട്ടർ ടൈപ്പ് കമ്പാർട്ട്മെൻ്റ് ആണ്. ഈ തരത്തിലുള്ള മതേതരവാദമാണ് വർഗീയവാദത്തെക്കാൾ 100 ഇരട്ടി അപകടം, അല്ലേ? അപ്പം ഇതിനെ ബലം കൊടുക്കുന്ന രണ്ട് UDF ആണെങ്കിലും LDF ആണെങ്കിലും ചെയ്യുന്നത് ഇതിനെങ്ങനെ പ്രയോഗിക്കാം. എല്ലാവരും പറയുന്ന കാര്യമാണ് ശബരിമല പിന്നെ എല്ലാവരുടെയും അല്ലേ? ശബരിമല എല്ലാവരുടെയും ആക്കുന്നതിന് കാരണം ഈ അറ്റാക്കാണ്. അപ്പോൾ ഇതിന് പിന്നെ ഞാൻ പറഞ്ഞു, റഹന ഫാത്തിമയുടെ കയ്യിൽ ആർത്തവ രക്തം അൺകോൺഷ്യസ് ആക്ടിവിറ്റി അല്ലാതെ മനഃപൂർവ്വം ചെയ്ത, ഇറ്റ്സ് എ വെരി കോൺഷ്യസ് ഡെലിബറേറ്റ് അറ്റംപ്റ്റ് ടു അതിനെ നശിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഒരു ദേവത ഇപ്പം അങ്ങ് വെള്ള വസ്ത്രം എടുത്തു വരുന്നു, ഒരല്പം ചെളി തെറിപ്പിച്ചാൽ അങ്ങക്ക് ആ വിശുദ്ധി പോയി. അതെ, പിന്നെ എന്നിട്ട് നടക്കാൻ പറ്റില്ല. ദേവതയും അങ്ങനെ തന്നെയാണ്. എന്തുകൊണ്ടാണ് ഗുരുവായൂർ മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ ഉടനെ ആ പൂജ മുഴുവൻ വീണ്ടും ചെയ്യണത്? അത് ചോദ്യമാണല്ലോ. ദേവതയെ ബന്ധിക്കാൻ പറ്റില്ല. നിങ്ങൾ പലരും പറഞ്ഞു, ഗുരുവായൂരപ്പൻ്റെ അവിടെ പോയി കുട്ടി മൂത്രം ഒഴിച്ചാലും ഉടനെ ആ മൊത്തം പൂജ മാറ്റി ചെയ്യണം. എന്താ കാരണം? അതൊരു വളരെ തരളമായ സങ്കീർണമായ ശ്രുതി ചേർത്ത് വെച്ചിരിക്കുന്ന വീണ പോലെയാണ്. ചെറിയൊരു കാര്യം പോലും അത് ബാധിക്കാൻ പാടില്ല. ഇപ്പോൾ ഒരു കാര്യം കറക്റ്റായിട്ട് വിളക്ക് തെളിയണു, ഫാൻ കറങ്ങുന്നു എന്നൊക്കെയുള്ള എന്തുകൊണ്ടാണ്? അത് വയറിങ് കറക്റ്റായോണ്ടാണ്. ചെറിയൊരു മിസ്റ്റേക്ക് എല്ലാം കത്തിച്ച് കളയും. അതിൻ്റെ അർത്ഥം കറണ്ടിന് ശക്തിയില്ല എന്നാണോ? അല്ല, ഇതിന് റൈറ്റ് യൂസിനെ ഡിസ്റ്റർബ് ചെയ്യുന്നതിനാണ് ഈ ബന്ധം എന്ന് പറയുന്നത്. അല്ലാതെ അത് ശക്തിയില്ലാത്തതോ ഒന്നുമല്ല. ഇതിൻ്റെ റൈറ്റ് യൂസിന്, ഇതിൻ്റെ ഇലക്ട്രിക് യൂസ് പോലെ ഈ ശബരിമലയായാലും ഗുരുവായൂരായാലും അതിൻ്റെ കറക്റ്റായിട്ടുള്ള യൂസിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന എന്തോ ഒന്നിനാണ് ഈ ബന്ധനം എന്ന് പറയുന്നത്. ആ ദേവത അപ്പം മങ്ങും, തീർച്ചയായിട്ടും മങ്ങും. അത് വരാതിരിക്കണം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വിദ്യാസാഗർ ഗുരുമൂർത്തിജി നമ്മളോട് 2 മാസം മുമ്പ് പറഞ്ഞ അതേ കാര്യം ആവർത്തിച്ച് ഉറപ്പിച്ച് പറയുന്നു. അയ്യപ്പന് താന്ത്രിക ബന്ധനമുണ്ട്. അത് താന്ത്രികം എന്ന് പറഞ്ഞാൽ അത് ഹിന്ദുക്കൾ ചെയ്തു എന്ന് ചിന്തിക്കേണ്ട. ഇറ്റ് ക്യാൻ ബി എനിബഡി, അതാരും ആവാം. ഇപ്പൊ കേരളത്തിൽ തന്നെ തങ്ങൾമാർ കോഴിമുട്ടയുടെ മേലെ എഴുതി കൊടുക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. എല്ലാവർക്കും ഉണ്ട് ഈ പരിപാടി. ചിലർ മാന്യന്മാരായിട്ട് ചെയ്യുന്നു, നമ്മൾ ആൾക്കാർ അങ്ങനെ പറഞ്ഞു തുറത്ത് പറയുന്നു. എന്തായാലും നിരന്തരമായി വിവാദത്തിൽ പെടുന്ന ഒരു ക്ഷേത്രത്തിന് എന്താണ് കാരണം അറിയേണ്ടതുണ്ട്. അത് ഞാൻ പറഞ്ഞു, ദൈവജ്ഞന്മാർ കേരളത്തിൽ നിന്ന് മാത്രമല്ല, പണത്തിന് വഴങ്ങാത്തവർ ഇപ്പോഴും ഉണ്ട്. കൊണ്ടുവന്ന് ചെയ്താൽ തീർച്ചയായിട്ടും അവർ പറയും എന്ത് തരം കർമ്മമാണ് അവിടെ വന്നിരിക്കുന്നത്, എന്താണ് പ്രതിവിധി എന്ന് അവർ പറയും. അതിനാൽ കേരളത്തിലെ ഹിന്ദു സമൂഹം ഇത് കേൾക്കണം. അത്തരമുള്ള നടപടി ഇനി ആവശ്യമാണ്. തീർച്ചയായിട്ടും നമ്മൾ ഇങ്ങനെ മോഷണം എന്ന് പറഞ്ഞിരുന്നാൽ പോരാ. മോഷ്ടിക്കപ്പെടാൻ ഒരു കാരണം ഉണ്ടാവുമല്ലോ, അതെ, ആ കാരണം കണ്ടെത്തണം. മാത്രമല്ല ശബരിമല അടിയപരായിട്ട് പറയാം ഒരു ഹിന്ദു ക്ഷേത്രമാണ്. അത് ബൗദ്ധമല്ല, ജൈനമല്ല. മലയരന്മാർ ഒറാക്കിൾഷിപ്പ് അടിയറ വെച്ചിട്ട് മതം മാറിപ്പോയവരാണ് അധികം പേര് എൻ്റെ അറിവിൽ. ഇത് ഞാൻ പറഞ്ഞല്ല, സാമുവൽ മെറ്റീരിയലിന്റെ പുസ്തകം വായിച്ചു. ഏതായാലും നമുക്ക് ഈ പറഞ്ഞ ബൗദ്ധ ക്ഷേത്രമാണോ എന്നുള്ളതൊക്കെ ഒരു വലിയ തർക്ക വിഷയമാണ്. തീർച്ചയായിട്ടും നാരേറ്റീവാണ്. തീർച്ചയായും നമുക്ക് അതേക്കുറിച്ചൊക്കെ സംസാരിക്കണം, വിശദമായിട്ട് സംസാരിക്കാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വിദ്യാസാഗർ ഗുരുമൂർത്തിജി നമ്മളോടൊപ്പം വീണ്ടും ഉണ്ട്. ഇന്ത്യ ലൈവിൻ്റെ ഒപ്പം നിങ്ങളും സഞ്ചരിക്കുക. നമുക്ക് ഈ വിഷയങ്ങൾ ദീർഘമായി, വിശദമായി, സരളമായി നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. ഞങ്ങളുടെ ഒപ്പം ഉള്ള നിങ്ങളുടെ യാത്ര തുടരണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സന്തോഷം.